അവതാര ജന്മങ്ങൾക്കായാലും നിന്റെ വാക്കുകൾ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. നിന്റെ സ്ഥൈര്യം, നീയുണ്ടെന്ന ധൈര്യം, അതില്ലെങ്കിൽ പിന്നെ ഈ അർജുനനില്ല. അതിന് ഞാനും നീയും രണ്ടല്ലല്ലോ തോഴ, ഒന്ന് തന്നെയല്ലേ? ഇനി ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നീ ഒന്നുകൂടി വ്യസനിക്കും. എന്നിരുന്നാലും അത് സംഭവിക്കും. ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയാണ്. ജന്മദൗത്യങ്ങൾ പൂർത്തിയാകുമ്പോൾ നശിക്കാനൊരു കാരണം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ മരിക്കാൻ. വാളെടുത്തവൻ വാളാൽ, ആയുധമെടുത്തവൻ ആയുധത്താൽ തന്നെ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ എനിക്ക് വേണ്ടി ഒരു ആയുധം. ഒരായുധം. ആ ആയുധം ഇതാണ് ചങ്ങാതി. വ്യസനിക്കാതിരിക്കൂ ജര. ഒരു കാരണം, എന്റെ ഇച്ഛ. ഇതിന്റെ സുഹൃതം നിനക്കുണ്ടാകും. പൊയ്ക്കൊള്ളൂ. വാളെടുത്തവൻ വാളാ. എന്റെ ഇച്ഛ. പൊയ്ക്കൊള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയിൽ ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയാണ്. പരത്തിൽ നമ്മൾ രണ്ടല്ല, ഒന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ എനിക്ക് വിട തരൂ സഖേ. നീ എന്നെ തരിച്ചാക്കി പോയിക്കളഞ്ഞോ ചങ്ങാതി? നാശോന്മുഖമായ ദ്വാപരയുഗ സന്ധ്യ എന്നെ ഏകനാക്കി കൂട്ടുവിളിക്കാതെ. വസുദേവ, പേര് ചൊല്ലി വിളിക്കാൻ അനുവാദം തന്ന എന്റെ പൊന്നു ദൈവമേ. അർജുന പോയി. കണ്ണൻ ഭൂലോകം വിട്ടുപോയി. ഈ ഭൂമിയെ അനാഥമാക്കി പോയി. ആര് പറഞ്ഞു കണ്ണൻ പോയെന്ന്? സച്ചിദാനന്ദത്തിന്റെ മനുഷ്യകാരം ഈ മണ്ണുവിട്ട് പോയിരിക്കാം. പക്ഷേ മനമുരുകി വിളിക്കുന്ന മനുഷ്യരുടെ കൺമുന്നിൽ എന്നും ഒരു നിറച്ചുരിയോടെ ഉണ്ടാകും കണ്ണൻ. മനുഷ്യരാശിയെയും ഭൂലോകത്തെയും അത്രമേൽ പ്രണയിച്ച കണ്ണൻ ലോകത്തിന്റെ തേർത്തട്ടിൽ ഒരു പൊന്നോട കുഴലിൽ കയ്യിൽ ചമ്മട്ടിയുമായി കാലത്തെ മുന്നോട്ട് തെളിക്കുന്ന തേരാളിയായി, ആശ്രയമറ്റവർക്ക് കൺകണ്ട ദൈവമായി, തൂണിലും തുരുമ്പിലും, അതാ സർവനാശത്തിന്റെ ആ സമുദ്രോപരിതലത്തിലും.
ശ്രീകൃഷ്ണ ഭാരതം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു.